നമസ്കാരം. ആന്റണി രാജുവിന്റെ ജെട്ടിക്കേസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ശിക്ഷയും ഇനിയിപ്പോ പോകുന്ന അപ്പീലും അദ്ദേഹം ഒരു രാജ്യദ്രോഹി ആയി മാറിയതിന്റെ സാഹചര്യങ്ങളും ഒക്കെയാണ് കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആന്റണി രാജു എന്ന് പറഞ്ഞ വ്യക്തി ആ ശിക്ഷയ്ക്ക് അർഹനാണ്. കാരണം മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി അയാളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹം ശിക്ഷ അർഹിക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ആ ആന്റണി രാജുവിനെ അവിടേക്ക് എത്തിച്ച മറ്റു ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് ഇവിടെ ചാനലുകൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊന്നും സംസാരിച്ചു കണ്ടില്ല, അധികം ആരും സംസാരിച്ചു കണ്ടില്ല. ഏതാനും ചില യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് അത്തരത്തിലുള്ള സംസാരിച്ചു കണ്ടത്. അതിനും ചില കാരണമുണ്ട്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് കേരളത്തെ അവർ എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചു? ഇവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക നിലയെ എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചു? ഇവിടുത്തെ തൊഴിൽ നിലയെ എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചു? ഇതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം അതാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അത്തരത്തിൽ ജനവിദ്വേഷം പേര് നിൽക്കുന്ന ഈ സർക്കാർ, അവരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കേസിൽ പെട്ടാൽ സ്വാഭാവികമായിട്ടും അത് അവർക്ക് വേണം, അതിലേറെ വേണമെന്ന് കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നെങ്കിൽ അവർ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോ ആന്റണി രാജു അദ്ദേഹത്തിന്റെ MLA സ്ഥാനമൊക്കെ പോയി ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോ കോടതിയിൽ എന്ത് പറയുന്ന അറിയില്ല. യഥാർത്ഥ പ്രതി പക്ഷെ പുറത്താണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആന്റണി രാജു പ്രതിയാകുന്നത് അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്ത സാഹചര്യം ഞാൻ ഇതിൽ പറയാം, എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ളത്. പക്ഷെ എങ്കിലും ഒരു വക്കീൽ എന്ന നിലയിൽ ആദ്യം നീതിബോധവും പിന്നെ രാഷ്ട്രബോധവും പൗരബോധവും വേണം എന്നതാണ് പ്രാഥമിക പാഠം തന്നെ. ഇതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ പ്രാഥമിക പ്രവർത്തന ഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ ആന്റണി രാജുവിനെ എതിർക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. അദ്ദേഹം ജട്ടിക്കേസിലെ പ്രതിയായതുകൊണ്ടോ ഈ പറയുന്ന ഹാഷിഷ് കടത്തുകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും അല്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, സഹയാത്രികനാണ്, മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, അതുപോലെ സഖാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ CPMന്റെ നേതൃത്വത്തില്, പിണറായിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷം കൊണ്ട് ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളും ഇവിടുത്തെ സാമ്പത്തിക തിരിമറികളും ഇവിടുത്തെ തൊഴിലില്ലായ്മയും എല്ലാം, അതിനോടൊരു അമർഷം കേരള ജനതയ്ക്ക് സ്വാഭാവികമായിട്ടുണ്ട്. അതിനെയൊക്കെ കവച്ചു വെക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ ആസന്നമായി നിൽക്കുന്ന ഈ സമയത്ത് നല്ല പിള്ള ചമയാൻ വേണ്ടി ഇപ്പൊ എന്തൊക്കെയോ 110 സീറ്റോ മറ്റു കാര്യങ്ങളോ, അത് മറ്റൊരു വീഡിയോയിൽ പറയാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അവർ ഇറക്കിക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇപ്പോഴാണ് ഒരു ബോധം വന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സാധനം വരാനുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ജനകീയ മുഖം, ഒരു ജനസമ്മതി മുഖം ചിരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഒരു പാവപ്പെട്ട ഒരു പെണ്ണ്, ഒരു യുവതി, അവരുടെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും അത് സമരമായിട്ട് നടക്കുകയാണ്. അതിന് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു മെഡിക്കൽ കോളേജിൽ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഉടനെ തന്നെ ആരോഗ്യമന്ത്രി അങ്ങോട്ട് വിളിക്കുന്നു, ഞങ്ങൾ അതിന് നടപടി എടുക്കുമെന്ന് പറയുന്നു, നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയുന്നു. അതൊക്കെ ഈ ഇലക്ഷൻ തൊട്ടുമുമ്പ് നടക്കുന്നത് കൊണ്ടാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ചില മാനുഷിക പരിഗണനകളൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി രാജുവിനും ഈ ഒരു വലിയൊരു വെറുപ്പും വിദ്വേഷവും കാണേണ്ടി വന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തെ ഇതിനേക്കാൾ വലിയ പീഡന വീരനായി മറ്റും ചിത്രീകരിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് കിട്ടിയത്. എന്താണ് അതിന്റെ വാസ്തവം, ആരാണത് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനം വലിയ പിന്തുണ കൊടുത്തു. എന്തുകൊണ്ടാണ് ആന്റണി രാജുവിന് ഈ പിന്തുണ കിട്ടാത്തത്? അദ്ദേഹം അതിന് അർഹനല്ലേ? ആന്റണി രാജുവിന് ദയയും കാരുണ്യം ലഭിക്കുന്നതിന്, നീതി ലഭിക്കുന്നതിന് അദ്ദേഹം ജയിലിൽ പോകണമെന്ന് ഞാൻ പറയില്ല. അത്തരത്തിൽ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഒരുങ്ങിപ്പോയതാണ്. സത്യത്തിൽ അദ്ദേഹം അതിൽ പെട്ടുപോയതാണ് എന്നത് വാസ്തവമാണ്. അതെങ്ങനെയാണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനാണ്, ഇടതുപക്ഷക്കാരനാണ് എന്നതുകൊണ്ട് ഈ ആന്റണി രാജുവിന്റെ ഞാനിനി പറയാൻ പോകുന്ന കഥകളൊക്കെ മനസ്സിൽ വെക്കാതെ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ എത്രത്തോളം ജനദ്രോഹപരമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കണം. ഇപ്പൊ പെട്ടുപോയത് ആന്റണി രാജുവാണ്. സത്യത്തിൽ അദ്ദേഹം ദയ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വക്കീൽ, എങ്ങനെയാണ് വക്കീൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇവർ LLB കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ കോടതിയിൽ കയറിയിട്ട് വിളിച്ച് ബാധിക്കൊന്നുമില്ല. അയാള് വക്കീലായി ശോഭിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. ഏതെങ്കിലും ഒരു സീനിയർ വക്കീലിന്റെ പണ്ടത്തെ അവസ്ഥയിൽ, ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. കുറച്ചൊക്കെ ചെറിയ ചെറിയ ജാമ്യം എടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഒരു ജൂനിയർ വക്കീൽ സീനിയർ വക്കീലിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടുക്കളപ്പണി വരെ ചെയ്യണം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടണം, തുണി കഴുകണം, മീൻ വാങ്ങാൻ പോകണം, ഇതെല്ലാം ചെയ്യണം. 10-30 കൊല്ലം മുമ്പുള്ള കഥയാണെന്ന് ആലോചിക്കണം. അന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു സീനിയർ വക്കീൽ എന്ത് പറഞ്ഞാലും അത് അതേപടി അനുസരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരു അന്താരാഷ്ട്ര കുറ്റവാളി, മയക്കുമരുന്ന് കുറ്റവാളി ഇന്ത്യയിൽ വന്ന്, നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇവിടെ മയക്കുമരുന്ന് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അയാളുടെ പിന്നിൽ ഒരു വലിയ മാഫിയ ഉണ്ടാവും, അയാൾക്ക് വേണ്ടി പണമറിയാൻ ആളുണ്ടാവും. അത്തരത്തിൽ ആ ഓസ്ട്രേലിയൻ പൗരന് വേണ്ടി പണമെറിഞ്ഞുകൊണ്ട് ആന്റണി രാജുവിന്റെ സീനിയറിനെ സ്വാധീനിച്ചുകൊണ്ട് വക്കീലായി നിശ്ചയിച്ചുകൊണ്ട് അവിടെ കേസുകൾ നടക്കുമ്പോൾ
ആദ്യമേ തന്നെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആന്റണി രാജുവിന് ഈ തെളിവ് നശിപ്പിച്ചതിൽ പങ്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീതിബോധവും രാഷ്ട്രബോധവും പൗരബോധവുമാണ് ആ ഒരു വക്കീൽ എന്ന നിലയിൽ ആദ്യം കാണിക്കേണ്ടത് എന്നതുകൊണ്ട് എനിക്ക് ഇത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിച്ച് മാറാമായിരുന്നു. കാരണം ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ രാജ്യദ്രോഹത്തിൽ നിന്ന് പിന്മാറാത്തത് കൊണ്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ അത്തരമൊരു അവസ്ഥയിൽ അദ്ദേഹത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചത് അദ്ദേഹത്തിന്റെ സീനിയർ വക്കീലായിരിക്കും. ഈ കുറ്റകൃത്യം ചെയ്തതും ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും. ഇദ്ദേഹത്തെ അത് കൊണ്ടുകൊടുക്കാനും വാങ്ങാനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, 62 ഗ്രാം ഹാഷിഷ് ഓയിൽ ഓസ്ട്രേലിയക്കാരൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് പോലീസ് പിടിച്ച് ആ ജെട്ടി ഊരി ജെട്ടിയിൽ നിന്ന് അത് കണ്ടെടുക്കുന്നു. പിന്നീട് ആ ജെട്ടിയുടെ നിറവും അതിന്റെ അളവും ഒക്കെ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇതിനകം തന്നെ അത് സ്വാധീനം ഉപയോഗിച്ച് കോടതി ജീവനക്കാരനും ഈ പറയുന്ന സീനിയർ അഭിഭാഷകനും ചേർന്ന് അത് വെട്ടി ചെറുതാക്കി ഓസ്ട്രേലിയക്കാരനോട്ടുള്ള പ്രതിയുടെ ജട്ടിയുടെ അളവല്ലാതാക്കി തീർത്തിരുന്നു. തൊണ്ടി മുതലായ ആ ജട്ടി കൊണ്ടുപോ എന്ന് സീനിയർ വക്കീല് അന്നത്തെ ജൂനിയർ ആയിട്ടുള്ള ആന്റണി രാജുവിനോട് പറഞ്ഞാൽ ആന്റണി രാജുവിന് ആ സീനിയറിന്റെ കീഴിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചേ പറ്റൂ. അത്തരത്തിൽ ഒരു അനുസരിച്ചതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ സീനിയർ വക്കീൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് കുടുങ്ങേണ്ടത്. അദ്ദേഹമായിരുന്നല്ലോ വക്കീൽ. ഇവിടെ ഈ പറയുന്ന ആന്റണി രാജു എന്ന് പറയുന്ന അന്നത്തെ ജൂനിയർ, അന്നത്തെ ചെറുപ്പക്കാരൻ ഒരു വക്കീലായി ശോഭിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ഒരു ജട്ടി ഒരു തടസ്സമാകരുത് എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകും. പിന്നീടാണല്ലോ അദ്ദേഹം MLA ആകുന്നതും മന്ത്രിയാകുന്നതും ഒക്കെ. 10-30 കൊല്ലം മുമ്പുള്ള കഥയാണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ആന്റണി രാജു എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നതോടൊപ്പം ഇതിന്റെ യഥാർത്ഥ പ്രതിയായിട്ടുള്ള വക്കീല്, അദ്ദേഹത്തിന്റെ സീനിയർ വക്കീൽ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതിൽ കുറ്റക്കാരനാണ്. അദ്ദേഹത്തെയും കേസിൽ പ്രതിയാക്കേണ്ടതുണ്ട്, വിചാരണ ചെയ്യേണ്ടതുണ്ട്. ശ്രീ ആന്റണി രാജുവിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ അദ്ദേഹത്തിനാണ് ലഭിക്കേണ്ടത്. കാരണം അദ്ദേഹമാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം ചെയ്തത്. ഒരു ജൂനിയർ വക്കീൽ എന്ന നിലയിൽ സീനിയർ വക്കീൽ പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് പറ്റുക. മാത്രമല്ല അന്ന് ഒരു സീനിയർ വക്കീൽ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഭംഗിയായി നടപ്പിലാക്കി കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കുന്നു, തന്റെ സീനിയറിനെ പോലെ പ്രശോഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ തന്നെയാണ്, അത്ര തന്നെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു വലിയ കുറ്റകൃത്യമായി 10-30 വർഷത്തിന് ശേഷം വരുമ്പോൾ അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സർക്കാരിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ ഇന്നത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, സ്വഭാവ ഭരണവും അതൊക്കെ കൊണ്ട് ജനം വെറുക്കുന്നുണ്ടെങ്കിലും ഭരണത്തെയും മറ്റും വെറുക്കുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ മാനുഷിക പരിഗണന അദ്ദേഹത്തിന് വേണമല്ലോ. കാര്യം അദ്ദേഹം അന്ന് മനസ്സാ വാച കർമ്മണ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കില്ല അത് ചെയ്തത്. അതുകൊണ്ട് അത്തരത്തിലൊരു ദയ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. എല്ലാ കുറ്റങ്ങളും ആന്റണി രാജുവിന്റെ മുകളിൽ മാത്രം വെച്ചുകൊണ്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹത്തിന്റെ മറ്റ് വക്കീലന്മാർ, ഇതിന്റെ കൂട്ടുപ്രതികൾ വേറെ ഉണ്ട്, അവരും കൂടി രംഗത്ത് വരണം. ഇവിടെ ആന്റണി രാജു മാത്രമാണ് ഇതിനകത്ത് പെട്ടുപോയത്. ഇടതുപക്ഷക്കാരനാണ് എന്നതുകൊണ്ട് ആന്റണി രാജുവിനെ മാത്രം കുറ്റക്കാരനാക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്മാറാൻ എന്താ പറയാ, താൻ ചെയ്യുന്നത് ഒരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറാൻ അവസരമുണ്ടായിരുന്നു. അത്തരത്തിൽ അവസരം വിനിയോഗിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷ അനിവാര്യമാണ് എന്ന് നമുക്ക് കരുതാം. പക്ഷെ ഇതിനേക്കാളും വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട യഥാർത്ഥ പ്രതി പുറത്ത് തന്നെയാണ് എന്നത് നാം മറന്നുകൂടാ. Different angles. Don't forget to subscribe and support this channel.